2023 58-ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാർ ഗുൽസാറും രാംഭദ്രാചാര്യയുമാണ്. ഗുൽസാറിന് ഉറുദു ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾക്കും രാംഭദ്രാചാര്യയ്ക്ക് സംസ്കൃത ഭാഷയിലെ സാഹിത്യകൃതികൾ പരിഗണിച്ചുമാണ് 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2023 നൽകിയ 58-ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും രാംഭദ്രാചാര്യയുമാണ്. ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സബൂരൻ സിംഗ് കൽറ എന്നാണ്. സബൂരൻ സിംഗ് കൽറ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കരയാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കർ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്തിട്ടുള്ളത്. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടക. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ. ആശ്വാസകിരണം കേരളത്തിൻ്റെയാണ്. ആശാ കിരൺ കർണാടകയുടെയാണ്. അപ്പോൾ കാഴ്ച പരിമിതിയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. 2024 പഞ്ഞി മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 2024 പഞ്ഞി മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം തേജീന്ദ്രപാൽ സിംഗ് ടൂറാണ്. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് തേജീന്ദ്രപാൽ സിംഗ് ടൂർ. തേജീന്ദ്രപാൽ സിംഗ് ടൂർ. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല്ല്. വാട്ടർ ബെല്ല്. 2024 ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത്. 2024 ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ തായ്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ജപ്പാനാണ്. ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ജപ്പാനാണ്. ഇവര് സ്പേസ് സെന്ററും അതുപോലെ തന്നെ നാസയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ലിഗ്നോസാറ്റ് എന്ന് പറയുന്ന ഒരു തടി കൊണ്ട് രൂപീകൃതമായ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക്. ഇന്ത്യയുടെ ആദ്യ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക്. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങളാണ് വയോസെന്ററുകൾ. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങളാണ് വയോസെന്ററുകൾ. സംസ്ഥാനത്തെ ആദ്യ വയോസെന്റർ നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ വയോസെന്റർ നിലവിൽ വരുന്നത്. 77ാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ ആണ്. 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ ആണ്. മികച്ച സംവിധായകനാരാണ്? ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺഹൈമർ. മികച്ച സംവിധായകനാരാണ്? ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മെർഫിയാണ്. ഓപ്പൺഹൈമറിലെ തന്നെയാണ് മികച്ച നടനും ഉള്ള അവാർഡും ലഭിച്ചിരിക്കുന്നത്.
മികച്ച നടി എമ്മ സ്റ്റോൺ പുവർ തിങ്സ് എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മികച്ച നടി എമ്മ സ്റ്റോണ് പുവർ തിങ്സ്. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ശ്രീപതിയാണ്. ശ്രീപതി. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ശ്രീപതി. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദിയാണ് ഇന്ത്യ. 28 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ വേദി ഒരുങ്ങുന്നത്. 2022 മിസ് ഇന്ത്യ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ വേദിയാകുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 28 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ വേദി ഒരുങ്ങുന്നത്. 2022 മിസ് ഇന്ത്യയായ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹിയാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹിയാണ്. പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഇ ഡിസ്ട്രിക്റ്റ് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യത. പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഇ ഡിസ്ട്രിക്റ്റ് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാന വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസിന്റെ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സുതാര്യത. രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ലാതല ഡിസ്ട്രിക്ട് വൈസ് ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. എറണാകുളം ജില്ലയിലാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്. ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആന്റിബയോഗ്രാം. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആന്റിബയോഗ്രാം. ഇങ്ങനത്തെ ആന്റിബയോഗ്രാം ഫസ്റ്റ് കേരളത്തിൽ വരുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. രാജ്യത്ത് തന്നെ ഇത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. T50 എന്നാണ് ഈ തുരങ്കപാതയ്ക്ക് പേരിട്ടിട്ടുള്ളത്. T50 എന്നാണ് ഈ തുരങ്കപാതയ്ക്ക് പേരിട്ടിട്ടുള്ളത്. ഇത് ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് T50 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് T50 സ്ഥിതി ചെയ്യുന്നത്. T50 തുരങ്കപാതയുടെ നീളം എത്രയാണ്? 12.77 കിലോമീറ്റർ ആണ്. T50 തുരങ്കപാതയുടെ നീളം എത്രയാണ്? 12.77 കിലോമീറ്റർ ആണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതിൻ്റെ പേരാണ് T50. നീളം 12.77 കിലോമീറ്റർ. കേരള ബാങ്കിന്റെ നിലവിലെ CEO ആരാണ്? കേരള ബാങ്കിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ജോർട്ടി എം ചാക്കോ. ജോർട്ടി എം ചാക്കോ കേരള ബാങ്കിന്റെ നിലവിലെ CEO ആണ് ജോർട്ടി എം ചാക്കോ. സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോമിക് ജോർജ് ആണ്. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജില്ലാ കളക്ടർ എന്നാണ്. ഓക്കെ, സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോമിക് ജോർജ് ആണ്. മികച്ച കളക്ടറേറ്റിനുള്ള അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ഇന്ത്യയാണ്. തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ഇന്ത്യയാണ്. വുമൻസ് കപ്പ് ഫുട്ബോളിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയാണ് ജയിച്ചത്. ഇന്ത്യൻ വനിതകൾ ആദ്യമായിട്ടാണ് ഔദ്യോഗിക മത്സരത്തിൽ യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ വനിതകൾ ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക മത്സരത്തിൽ
ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ഇന്ത്യൻ ടീമാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ്? പത്തനംതിട്ടയിലാണ്. 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികയ്ക്കുന്ന ബാറ്ററാണ് ബാബർ അസം, പാകിസ്ഥാൻ. 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികയ്ക്കുന്ന ബാറ്ററാണ് ബാബർ അസം, പാകിസ്ഥാൻ. 271 ഇന്നിങ്സുകളിൽ നിന്നാണ് ബാബർ 10,000 റൺസ് നേടിയത്. എത്ര ഇന്നിങ്സ് ആണ്? 271 ഇന്നിങ്സുകളിൽ നിന്നാണ് ബാബർ 10,000 റൺസ് നേടിയത്. ഇപ്പോൾ നിലവിലെ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ബാബർ അസം. 285 ഇന്നിങ്സുകളിൽ നിന്ന് 10,000 റൺസ് തികച്ച ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പം T20 ക്രിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികയ്ക്കുന്ന ബാറ്ററാണ് ബാബർ അസം, പാകിസ്ഥാൻ. 2024 ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. 2024 ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഡോക്ടർ KM എബ്രഹാം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാകുന്നത് തളിപ്പറമ്പാണ്, കണ്ണൂര്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലമാണ് സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാകുന്നത്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയാണ് വി ഹെൽപ്പ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയാണ് വി ഹെൽപ്പ്. ഇത് ആരംഭിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗമാണ്. പദ്ധതിയുടെ പേരാണ് വി ഹെൽപ്പ്. ആ ടോൾ ഫ്രീ നമ്പറാണ് 1800 425 2844. ഇതാണ് ടോൾ ഫ്രീ നമ്പർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സേവനമാണ് ഹനുമാൻ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സേവനമാണ് ഹനുമാൻ. സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായത് പമേല അന്ന മാത്യു ആണ്. സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായത് പമേല അന്ന മാത്യു ആണ്. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോടാണ്, തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട്, തിരുവനന്തപുരം. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവിക അഭ്യാസമാണ് ദോസ്തി 16. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി 16. അപ്പോൾ ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവിക അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിലാണ് ദോസ്തി 16. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ ആദ്യ ഇന്ത്യൻ ഛായാഗ്രഹകനാണ് സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ ആദ്യ ഇന്ത്യൻ ഛായാഗ്രഹകൻ, സിനിമാറ്റോഗ്രാഫർ ആണ് സന്തോഷ് ശിവൻ. പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു.
പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലാണ്, തമിഴ്നാട്. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടിയിലാണ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണെന്ത്? നേർവഴി. നേർവഴി. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1-നാണ്. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. ഒന്നുകൂടെ പറയാം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. കുട്ടികളിൽ വ്യാപകമാകുന്ന ഇസ്നോഫിലിക് മെനിങ്കോ എൻസൈഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഒച്ചാണ്. അപ്പോൾ കുട്ടികളിൽ വ്യാപകമാകുന്ന ഇസ്നോഫിലിക് മെനിങ്കോ എൻസൈഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഏതാണ്? ഒച്ചാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി താരമാണ് ശോഭന ആശ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി താരമാണ് ശോഭന ആശ. ശോഭന ആശ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം നിലവിൽ വന്നത് സുദർശൻ സേതുവാണ്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം നിലവിൽ വന്നത് എവിടെയാണ്? സുദർശൻ സേതു, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു, ഗുജറാത്ത്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ്. ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ആദ്യ തദ്ദേശീയ AI മോഡലാണ് ഗർഭിണി GA2. ഗർഭിണി GA2. IIT മദ്രാസിലെ ഗവേഷകരാണ് മോഡൽ വികസിപ്പിച്ചത്. ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ആദ്യ തദ്ദേശീയ AI മോഡലാണ് ഗർഭിണി GA2. ഗർഭിണി GA2. ഈ വർഷത്തെ FIM ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനമാണ് സ്റ്റോം. ഈ വർഷത്തെ FIM ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനമാണ് സ്റ്റോം. 2025 വിക്ഷേപിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 വിക്ഷേപിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് ഉജ്ജയിനിയിലാണ്, മധ്യപ്രദേശ്. ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് ഉജ്ജയിനിയിലാണ്, മധ്യപ്രദേശ്. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്?
ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത്. ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമാണ് ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത്. ഇൻഡിജീനസ് എന്ന വാക്കിന്റെ മീനിങ് എന്ന് വെച്ചാൽ തദ്ദേശീയമായത് എന്നാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി മാസം 28 ദേശീയ ശാസ്ത്ര ദിനം. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരമാണ് മാക്സ് ഡെനിങ്. മാക്സ് ഡെനിങ്, ജർമ്മനി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരമാണ് മാക്സ് ഡെനിങ്, ജർമ്മനി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദിയാണ് അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദിയാണ് അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദിയാണ് അബുദാബി. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആണ്. സന ഇർഷാദ് മട്ടു. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 ലോകായുക്ത എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ ലെവലിൽ അഴിമതി തടയാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഒരു ബോഡിയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. ആ ലോകായുക്തയുടെ ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. അപ്പോൾ അതും ഈ ദിവസമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് ശാസ്ത്ര ദിനത്തിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് ഫെബ്രുവരി 28, 2024. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാവുന്ന 14ാം വകുപ്പാണ് ഭേദഗതി ചെയ്തത്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിലിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാവുന്ന 14ാം വകുപ്പാണ് ഭേദഗതി ചെയ്തത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് മുംബൈ ടാറ്റ മെമ്മോറിയലിലെ ഗവേഷകരാണ്. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകരാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.